പ്രിയപ്പെട്ട ദൈവമക്കളെ, 10-23 വർഷത്തിനുള്ളിൽ ഞാൻ കണ്ടിട്ടുണ്ട് തളർവാദ രോഗി എഴുന്നേറ്റ് നടക്കുന്നത്, എയ്ഡ്സ് രോഗം മാറുന്നത്. അനേകരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട ഒത്തിരി അനുഭവങ്ങൾ എനിക്കറിയാം. ഇവിടെയും ഈശോ ഉണ്ട് കേട്ടോ, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ ഈ ക്ലാസ് എടുക്കും മുമ്പ് അവിടെ നിന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഉടനെ ഈശോ എൻ്റെ മനസ്സിൽ നിന്നൊരു സന്ദേശം ഇതാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തില് 8-ാമത്തെ അധ്യായം 1-2 തിരുവചനങ്ങൾ. ആ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുക, വെള്ളമൊന്നും ഇപ്പൊ കൊടുക്കണ്ട പ്ലീസ്, ഇത് കഴിഞ്ഞിട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല പ്ലീസ്. പ്രേക്ഷിതരൊന്ന് ശ്രദ്ധിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം വെള്ളമൊക്കെ. പ്രേക്ഷിതര് നിങ്ങളോട് വലിയ ഇഷ്ടമാണ് സിയോന്റെ പ്രേക്ഷിതർക്ക്. ഓക്കെ. ആ ദിവസങ്ങളിൽ ഒരു വലിയ ജനാവലി ഒന്നിച്ചുകൂടി. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരെ കണ്ടപ്പോൾ ഈശോ തന്റെ ശിഷ്യന്മാരെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ദിവസങ്ങളായിട്ട് അവർ എൻ്റെ കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും കൊടുക്കാതെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ അവര് വഴിയിൽ തളർന്നു വീണേക്കാം. അതുകൊണ്ട് ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് എന്ന് പറഞ്ഞയക്കൂ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ നമ്മളും തളർന്നു വീണേക്കാം പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് ഇന്ന് ദൈവവചനമാകുന്ന ഭക്ഷണം. എസെക്കിയേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ വാ തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷണം തരാം. പ്രവാചകൻ വാ തുറന്നു. ദൈവം എന്ത് ചെയ്തെന്നോ, തൻ്റെ വചനം എഴുതിയ ഒരു ചുരുളെടുത്ത് പ്രവാചകന്റെ വായിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ വചനം നിന്റെ വായിൽ ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട്, തിന്നോളാൻ പറഞ്ഞു. പ്രവാചകൻ അത് കടിച്ച് ചവച്ചിറക്കി. എന്നിട്ട് ആ എസെക്കിയേൽ പ്രവാചകനെ കുന്നിന്റെ താഴ്വരയിൽ കൊണ്ടു നിർത്തി, അസ്ഥികളുടെ കൂമ്പാരത്തിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് ദൈവം പറഞ്ഞു, നീ ഭക്ഷിച്ച വചനം ഈ അസ്ഥികളോട് പ്രവചിക്കുക. ദൈവത്തിന്റെ വചനം പ്രവചിച്ചപ്പോൾ അസ്ഥികൾക്ക് ജീവനുണ്ടായി, മാംസം വന്നു നിറഞ്ഞു. അവര് വലിയൊരു സൈന്യമായി എന്നാ പറയുന്നത്. ദൈവവചനത്തിനൊരു ശക്തിയുണ്ട് കേട്ടോ. നിങ്ങളോടും ദൈവത്തിന് അനുകമ്പ തോന്നുക പ്രിയപ്പെട്ടവര്. പാവങ്ങളാണ് നിങ്ങൾ കേട്ടോ, നല്ലവരാണ് നിങ്ങൾ. എനിക്കറിയാം, ലേബർ ക്യാമ്പിലൊക്കെ പോയ പരിചയത്തിൽ നിന്ന് പറയാം, കഷ്ടപ്പെടുന്നവരുണ്ട് ഒത്തിരി പേര്. പക്ഷെ നമ്മുടെ വേദനയൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ വെള്ളിയാഴ്ച ഞാനിവിടെ ഈ പള്ളിയിൽ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ വന്ന് എന്നോട് പറഞ്ഞു, സന്നിപതരെ എനിക്ക് നാട്ടിലെ ലക്ഷങ്ങൾ ഇവിടെ കടമുണ്ട്, അമ്മേനെ അറിയിച്ചിട്ടില്ല, അച്ഛനില്ല, അമ്മയെ അറിയിച്ചാൽ അമ്മ അറ്റാക്കായി മരിച്ചു പോകും, ആരെയും അറിയിച്ചിട്ടില്ല, അവരുടെ വിചാരം എനിക്കിവിടെ സുഖമാണെന്ന്. ഞാനും തെറ്റിദ്ധരിച്ചിരുന്നു വിദേശത്ത് കഴിയുന്ന ഈ മണലാരണ്യത്തിൽ കഴിയുന്ന എല്ലാ മലയാളികളും നല്ല സുഖത്തിലാണെന്ന്. പക്ഷെ എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായി, പാവങ്ങളാട്ടോ, കഷ്ടപ്പെടുന്നവരുണ്ട്, കണ്ണുനീരുള്ളവരുണ്ട്. നിങ്ങളൊന്നും വിഷമിക്കേണ്ട പ്രിയപ്പെട്ടവര്. ദൈവത്തിന്റെ തിരുവചനം വെളിപാട് പുസ്തകത്തില് 2-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം ഈശോ പറയാ, നിന്റെ ഞെരുക്കവും നിന്റെ ദാരിദ്ര്യവും എനിക്കറിയാം. അമ്മയ്ക്കറിയില്ല, ഒരു പക്ഷെ ജീവിത പങ്കാളിക്ക് അറിയില്ല, മക്കൾക്കറിയില്ല എങ്ങനെ അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് പൈസ അയക്കുന്നത്. നിന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാവില്ല നിന്റെ വേദന. ജീവിത പങ്കാളി പോലും അറിയുന്നില്ല. എന്താ ചൂട് ഇവിടെ? ആ ചൂട്ടത്ത് കിടന്ന് കഷ്ടപ്പെടാം നിങ്ങളൊക്കെ. ആർക്കും അറിയില്ല ഈ വേദനയൊന്നും. പക്ഷെ ദൈവം പറയാ, എൻ്റെ പൊന്നു മോന്, നിന്റെ ഞെരുക്കവും നിന്റെ ദാരിദ്ര്യവും എനിക്കറിയാടാ, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചോ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം, കണ്ണുകളൊന്ന് അടച്ച്, കൈകളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച്, കൈകൾ നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ. ആരും കണ്ണു തുറക്കുന്നില്ല. എല്ലാം അറിയുന്ന ദൈവത്തിന്റെ മുമ്പിലാ എൻ്റെ മോനിപ്പോ, എല്ലാം അറിയുന്ന ഈശോയുടെ മുമ്പിലാ എൻ്റെ പൊന്നുമോളിപ്പോ നിൽക്കുന്ന. നിനക്ക് ഞെരുക്കമുണ്ട്, നിനക്ക് ദാരിദ്ര്യമുണ്ട്, ദൈവത്തിനറിയാം. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്ന്. ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച ഈശോയോട്. വേദനകളെല്ലാം പറഞ്ഞ്, ആരുമില്ല യേശുവേ, എനിക്ക് ആരും എന്നെ മനസ്സിലാക്കിയില്ല, കുഞ്ഞുനാള് മുതൽ എൻ്റെ പപ്പ സ്നേഹിച്ചിട്ടില്ല എന്നെ, കള്ളു കുടിച്ച് നടന്നു,
ഉത്തരവാദിത്തമില്ലാതെ ജീവിച്ചു. അമ്മയ്ക്ക് സ്നേഹിക്കാൻ അറിയില്ല. ദൈവമേ, സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചിട്ടുണ്ട് ഞാൻ. ആ സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് പാപത്തിലേക്ക് വീണുപോയത്. നീ എന്നെ സഹായിക്കില്ല ദൈവമേ. കർത്താവിനെ മനസ്സിൽ കണ്ട് ഈശോയെ നെഞ്ചോട് ചേർത്ത് വെച്ച് എൻ്റെ പൊന്നുമോൻ കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോഴ് എൻ്റെ മോള് സങ്കടത്തോടെ പ്രാർത്ഥിക്കുക. എനിക്ക് ആരുമില്ല യേശുവേ, എൻ്റെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയാ. എന്നാ എൻ്റെ ഈ കടമൊന്ന് വീടുക, എന്നാ എൻ്റെ ഈ പ്രശ്നമൊന്ന് മാറുക. കർത്താവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാവരും എന്നെ വെറുത്തു എന്ന് പറയും, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ പ്രിയരെല്ലാം എന്നെ മറന്നു ദൈവമേ, എനിക്കാരുമില്ല കർത്താവേ. ആരും കണ്ണു തുറക്കുന്നില്ല. ഉള്ളിലുള്ള ദൈവത്തെ കെട്ടിപ്പിടിച്ച് കരച്ചിൽ വരുന്നെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുക. എത്ര നാളായി സങ്കടം ഒതുക്കി വെച്ച് ജീവിക്കുന്നു? എത്ര നാളായി എൻ്റെ മോൻ വേദനയോടെ ജീവിക്കുന്നു? ജീവിക്കണ്ടെന്ന് തോന്നിയോ നിനക്ക്? ആരുമില്ല നിന്നെ സ്നേഹിക്കാൻ. കരഞ്ഞ് വിളിച്ചോ, സഹജാതരെങ്ങോ മറഞ്ഞു, എനിക്ക് ആരുമില്ല യേശുവേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. കരച്ചിൽ വരുന്നെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പനും അമ്മയും സ്നേഹിച്ചില്ല ദൈവമേ. എന്നെ ഒന്ന് തൊടാൻ പറ യേശുവിനോട്. സങ്കടം ഒഴുകി പോകട്ടെ. കരഞ്ഞു അവിടെ നിന്ന്. നിന്റെ കണ്ണീര് കണ്ട് മനസ്സലിയട്ടെ ആ ദൈവത്തിന്റെ. നല്ലൊരു ജോലി തരാൻ പറയ്. കടബാധ്യത മാറ്റാൻ പറയ യേശുവിനോട്. വിശുദ്ധി തരാൻ പറയ്. രണ്ട് കരം ഉയർത്തി എന്നെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ച് കരച്ചിൽ വന്നൊരു കരഞ്ഞ് പ്രാർത്ഥിക്കുക. എത്ര നാളായി കഷ്ടപ്പെടുന്നു യേശുവേ. സ്പർശനം നൽകി എനിക്ക് ആരുമില്ലെന്ന് പറയും. യേശുവേന്ന് വിളിക്ക്. യേശുവേന്ന് മാത്രം വിളിക്ക്. യേശുവേന്ന് വിളിക്ക്. എല്ലാവരും യേശുവേന്ന് വിളിക്ക്. സ്വരമുയർത്തി വിളിക്ക് യേശുവിന്. കരഞ്ഞ് വിളിക്ക്. നിന്റെ സ്വരം കേൾക്കട്ടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ മക്കളെ നീ സ്പർശിക്ക്. നിന്റെ മക്കളുടെ സങ്കടങ്ങൾ മാറട്ടെ. നിന്റെ പൊന്നു മക്കളെ നീ ഒന്ന് തൊട്. സ്നേഹം കൊടുക്ക് യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അഭിഷേകം ചെയ്യ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്ക്. കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ മോനെ തൊടട്ടെ ദൈവം. എന്റെ മോളുടെ കണ്ണീര് മാറ്റട്ടെ. എത്ര നാളായി ആരുമില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നു. വിളിച്ച് പ്രാർത്ഥിക്കുക യേശുവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തുന്ന കർത്താവേ, യേശുവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളെ തൊട്. ഞങ്ങൾക്ക് സൗഖ്യം തായോ. ഹല്ലേലൂയ, കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മേ, അമ്മ പ്രാർത്ഥിക്കണേ. സ്നേഹം തരണേ അമ്മേ. ഞങ്ങളുടെ മനസ്സിന്റെ മുറിവണക്കണേ. ചോദിച്ച എല്ലാ കാര്യങ്ങളും അമ്മ ഏറ്റെടുക്കണമേ. ഈ സിയോൻ ഫെസ്റ്റിന് വേണ്ടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ദൈവമക്കൾക്കും വേണ്ടി, വൈദികർക്കും സിസ്റ്റേഴ്സിനും എല്ലാവരെയും ഓർത്തുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക എല്ലാവരും. സ്നേഹമുള്ള ദൈവമക്കളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 49-ാം അധ്യായം 14-ാമത്തെ തിരുവചനം, 14ഉം 15ഉം. ഇതൊരു സിയോൻ ഫെസ്റ്റാണ് കേട്ടോ. ഒരു ആഘോഷമാണ്, ഒരു ഉത്സവം. നാളുകളും മാസങ്ങളും ഒക്കെ ആയിട്ട് ഒത്തിരി മക്കൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിന്റെ പിന്നില്. ഹാള് നിറയെ ദൈവജനത്തെ ദൈവം കൊണ്ടുവന്നിട്ടുണ്ട്. നന്ദി തമ്പുരാനെ നിനക്ക്.
ഈ സിയോൻ ഫെസ്റ്റില് ദൈവം നിങ്ങൾക്ക് തരുന്ന സന്ദേശം ഇതാ, എനിക്കും നിങ്ങൾക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 49 അധ്യായം 14 15 തിരുവചനം. സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എന്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. ഇന്ന് ഈ സിയോന്റെ കൂട്ടായ്മയില്, ഈ സിയോൻ ഫെസ്റ്റിൽ വന്നിരിക്കുന്ന ദൈവമക്കളോട് ദൈവം പറയാ, നീ പറഞ്ഞില്ലേ, സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എന്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു വേദന വന്നപ്പോ, നീ പ്രതീക്ഷിച്ച പോലെ ഒന്ന് ഉയരാൻ സാധിക്കാതെ വന്നപ്പോൾ, ഒരു സങ്കടം നിന്നെ അലട്ടിയപ്പോൾ, ഒരു തകർച്ച വന്നപ്പോൾ, നീ ആഗ്രഹിച്ച പോലെ സഫലീകരിക്കാത്ത നിന്റെ ഒത്തിരി ആഗ്രഹങ്ങളുമായിട്ട് നീ ഇങ്ങനെ വേദനിച്ച് ജീവിച്ചപ്പോൾ, ഞാനും നീയുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, ദൈവത്തിന് പോലും എന്നെ വേണ്ടേ, ദൈവം എന്നെ ഉപേക്ഷിച്ചോ? സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എന്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. അത് കേട്ടിട്ട് നിന്റെ ദൈവം നിന്നോട് പറയുന്ന ഉത്തരമാണ് 15-ാമത്തെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പെറ്റമ്മ ഒരു മകനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. മുല കുടിക്കുന്ന ഒരു കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? പെറ്റമ്മ തന്റെ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അമ്മ മറന്നാലും മറക്കാത്തൊരു ദൈവത്തിന്റെ മുമ്പിലാ എൻ്റെ സ്നേഹവാചനങ്ങളെ, എൻ്റെ ദൈവത്തിന്റെ പൊന്നു മക്കളെ നിങ്ങൾ വന്നിരിക്കുന്നത്. അമ്മ മറന്നാലും മറക്കാത്ത ദൈവം. ഇതറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ടെൻഷനിൽ ജീവിക്കുന്നത്. ഞാനിടയ്ക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ ധ്യാനിപ്പിക്കാൻ പോകാറുണ്ട്, ഹിന്ദിയിൽ കൺവെൻഷനൊക്കെ നടത്താറുണ്ട്. ഒരിക്കൽ നോർത്ത് ഇന്ത്യയിൽ ഒരു ധ്യാനത്തിനായിട്ട് പോയി. ഞാനും ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അച്ഛൻ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു അനാഥാലയം സന്ദർശിക്കാനായിട്ട് പോയിരുന്നെന്ന് നോർത്ത് ഇന്ത്യയിൽ. സിസ്റ്റേഴ്സ്, ബഹുമാന്യരായ യേശുക്രിസ്തുവിന്റെ മണവാട്ടികൾ നയിക്കുന്ന ഒരു ആലയം. അവിടെ ചെന്നപ്പോൾ മുതിർന്ന പിള്ളേരും ചെറിയ പിള്ളേരും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടുത്തെ ഒരു ടീച്ചറുടെ ഒക്കത്തൊരു കുഞ്ഞിരിപ്പുണ്ട്. എന്ത് രസം അതിനെ കാണാനായിട്ട്. ഒരു മാലാക പൈതല്, 6 മാസം പ്രായമായിട്ടില്ല. ആ ടീച്ചർ അവിടെ പഠിപ്പിക്കുന്നതാ മുതിർന്ന പിള്ളേർക്ക്. സിസ്റ്റേഴ്സ് നിൽപ്പുണ്ട്. ഞാൻ ആ ടീച്ചറെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ടീച്ചർ, ഈ ആപ്കി ബേട്ടി ഹെ, ഇത് താങ്കളുടെ മകളാണോ എന്ന് ചോദിച്ചു. ഉടനെ ആ ടീച്ചർ പറഞ്ഞു, അല്ല പയ്യ, എൻ്റെ മോളൊന്നല്ല. അപ്പോഴാണ് അടുത്ത് നിൽക്കുന്ന കന്യാസ്ത്രീ പറഞ്ഞു, സണ്ണി ബ്രദറെ, ഇത് ആർക്കും വേണ്ടാത്തൊരു കുഞ്ഞാണിത്. എന്നിട്ട് ആ സിസ്റ്റർ പറയാൻ തുടങ്ങി, ഞങ്ങളുടെ അനാഥാലയത്തിൻ്റെ അപ്പുറത്ത് കോൺവെന്റാണ്. ആ കോൺവെന്റിന്റെ പടിക്കൽ ഒരു ദിവസം വെളുപ്പിന് 5 മണിയായപ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. ഡോർ തുറന്ന് നോക്കിയപ്പോൾ കോൺവെന്റിന്റെ ആ പടിക്കൽ, ചവിട്ടുപടിയിൽ, ആ ഹാളിലേക്ക് കടക്കുന്ന സ്റ്റെപ്പിൽ ഒരു ടവല് വിരിച്ച് ആ ടവലിൽ ഈ കുഞ്ഞിനെ കിടത്തിയിരിക്കുക, ഈ മാലാക പൈതലിനെ. കുട്ടി കരയാൻ തുടങ്ങി. എന്തോ ഉറുമ്പ് കടിച്ചോ എന്തോ കുട്ടി കരയാൻ തുടങ്ങി. അപ്പോഴാണ് ഇവരിത് മനസ്സിലായത്, കുഞ്ഞ് കിടപ്പുണ്ടെന്നുള്ള കാര്യം. ചെന്ന് നോക്കിയപ്പോ ഹിന്ദിയിൽ ഒരു കത്തെഴുതി വെച്ചിട്ടുണ്ട്. ആ കത്ത് പറന്നു പോകാതിരിക്കാൻ ഒരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് ആ കുഞ്ഞിന്റെ അടുത്ത്. അവിടുത്തെ ആ സിസ്റ്റർ ആ കത്തെടുത്ത് വായിച്ചപ്പോൾ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ 4ാമത്തെ പെൺകുട്ടിയാണ്. ഒരു മന്ത്രവാദി ഞങ്ങളോട് പറഞ്ഞു, ഈ 4ാമത്തെ പെൺകുട്ടി നിന്റെ നാട് നശിപ്പിക്കും, വീടും നശിപ്പിക്കുമെന്ന്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അതിനെ കൊന്നുകളഞ്ഞോ? ഒരു മന്ത്രവാദി പറഞ്ഞതാ, അന്ധവിശ്വാസി. ഉടനെ ഈ അമ്മ പറഞ്ഞു, കൊല്ലണ്ട അതിനെ. അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട ആ കുടുംബം പറഞ്ഞു, അതിനെ കൊല്ലണ്ട, നമുക്കതിനെ ആ അനാഥാലയത്തിൽ കൊണ്ടുവയ്ക്കാം, വെളുപ്പിന് കൊണ്ടുവച്ചിട്ട് തിരിച്ചു പോരാന്നും പറഞ്ഞു. അങ്ങനെ കോൺവെന്റിന്റെ പടിക്കൽ വെച്ചിരിക്കുക ഒരു മാലാക പൈതലിനെ. മന്ത്രവാദിയുടെ വാക്ക് കേട്ടിട്ട് നോർത്ത് ഇന്ത്യയില് ഇത് കേട്ടപ്പോൾ എനിക്ക് ആ കുഞ്ഞിനോട് വലിയ ഇഷ്ടം തോന്നി. ഞാൻ ആ കുട്ടിയെ എടുത്ത് ആ ടീച്ചറുടെ കയ്യിൽ നിന്ന് വാങ്ങി എൻ്റെ തോളിലിട്ട് ആ മാലാക കുഞ്ഞിനെ പുറത്ത് തട്ടിക്കൊണ്ട് ഞാനിങ്ങനെ അവരുടെ കോൺവെന്റിനകത്ത് ഇങ്ങനെ നടക്കുമ്പോൾ അന്ന് ഞാൻ മനസ്സിൽ തോന്നിച്ചൊരു വചനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. സിയോൻ പറഞ്ഞു,
കർത്താവൻ ഉപേക്ഷിച്ചു, എന്റെ കർത്താവനെ മറന്നു കളഞ്ഞു. എന്നാൽ ദൈവം ചോദിക്കുക, മുല കുടിക്കുന്ന കുഞ്ഞിന് അതിന്റെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? പെറ്റമ്മ തന്റെ മകനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഇന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കിയ, മുല കൂടി തുടങ്ങാത്ത കുഞ്ഞുങ്ങളെ പോലും അമ്മമാർ ഉദരത്തിലിട്ട് രക്തമാക്കി ഒഴുക്കി കളയുന്നില്ലേ? ദൈവം സൃഷ്ടിച്ച ഈ ആകാശവും ഭൂമിയും ഈ പ്രകൃതി രമണീയമായ ദൃശ്യങ്ങളുമൊക്കെ കാണാൻ അനുവദിക്കാതെ ഒരു കൊച്ചുങ്ങളെ ഉള്ളിൽ വെച്ച് തന്നെ ഇതാ ചോരയാക്കി ഒഴുക്കി കളയുന്നില്ലേ? മുല കൂടി തുടങ്ങാത്തതിനെ പോലും അമ്മയ്ക്ക് വേണ്ട ഇന്ന് പലർക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു സന്ദേശം ഇതാ, ആര് കൈവിട്ടോട്ടെ നിന്നെ, ആര് ഉപേക്ഷിച്ചോട്ടെ, ആര് തള്ളി പറഞ്ഞോട്ടെ, ആരും നിന്റെ വേദന മനസ്സിലാക്കാതിരുന്നോട്ടെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിനക്ക് വേണ്ടി മരിച്ചവൻ 2000 വർഷങ്ങൾക്കപ്പുറം ഗാഗുൽത്തായുടെ വിരുമാറില് 2 കള്ളന്മാരുടെ മധ്യത്തില് നിനക്ക് വേണ്ടി ഒരു ദൈവം മരിച്ചിട്ടുണ്ട്. അവന് നിന്നെ ആവശ്യമുണ്ട് കേട്ടോ. അവൻ പാവമാണ്. എന്തോരം വേദനിപ്പിച്ചാലും, എന്തോരം കുന്തം കൊണ്ട് കുത്തിയാലും, മുഖത്ത് കാർക്കിച്ചു തുപ്പിയാലും, 30 ചില്ലിക്കാശിന് വേണ്ടി അവനെ ഒറ്റിക്കൊടുത്താലും, ഒരു പീറ പെണ്ണിന്റെ മുമ്പില് ഞാൻ അവൻ അറിയില്ലെന്ന് 3 തവണ തള്ളിപ്പറഞ്ഞാലും സ്നേഹിക്കുന്നവൻ. ഈശോ പാവമാണ് കേട്ടോ. എന്റെ ഹൃദയം നിറഞ്ഞിട്ടാ ഞാനിത് പറയണേ. പാവ ഈശോ. നിങ്ങളെയൊക്കെ ഇഷ്ടമാണ് പ്രിയപ്പെട്ടവരെ. നീ എന്താ കരുതിയ, നിന്റെ ഈ ചൂട്ടത്തുള്ള കഷ്ടപ്പാട് ദൈവം അറിയുന്നില്ലെന്നാണോ നീ വിചാരിച്ച്? നിന്റെ കടബാൻ അറിയുന്നില്ലെന്നാണോ നീ വിചാരിച്ച്? നീ ഇപ്പോൾ വേദനിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ നിന്റെ ദൈവത്തിന് പരിചയമില്ലെന്നാണോ നീ കരുതുന്നത്? എല്ലാം അറിയുന്നവനാ ദൈവം. എല്ലാം അറിയാം ഈശോയ്ക്ക്. 94-ാം സങ്കീർത്തനത്തില് 7, 8, 9 തിരുവചനങ്ങള്, കർത്താവ് കാണുന്നില്ല, യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്നവർ പറയുന്നു. കർത്താവ് കാണുന്നില്ല, യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്നവർ പറയുന്നു. എന്നിട്ട് ദൈവം അല്പം ദൈവത്തിന്റെ ഭാഷയിൽ ഇത്തിരി കടുപ്പം കൂട്ടിയിട്ട് ദൈവം പറയുക, പടുവിഡ്ഢികളെ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക, ബോഷരെ എന്നാണ് നിങ്ങൾക്ക് വിവേകം ലഭിക്കുക. കണ്ണു നൽകിയവൻ കാണുന്നില്ലെന്നോ, ചെവി നൽകിയവൻ കേൾക്കുന്നില്ലെന്നോ? ദൈവത്തിന്റെ വചനമാണ് കേട്ടത്. കർത്താവ് കാണുന്നില്ല, യാക്കോബിന്റെ ദൈവം മനസ്സിലാക്കുന്നില്ല എന്ന് എന്തിനാ നിങ്ങൾ പറയുന്നത്? എന്നിട്ട് ദൈവം മക്കളെ വിളിക്കുന്ന പോലെ പറയാ ദേഷ്യത്തോടെ, പടുവിഡ്ഢികളെ. ആരെയാ വിളിച്ച പടുവിഡ്ഢിന്ന്? സണ്ണീനെ. അപ്പൊ കുഴപ്പമില്ലല്ലോ. പടുവിഡ്ഢികളെ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക, ബോഷരെ എന്നാണ് നിങ്ങൾക്ക് വിവേകം ലഭിക്കുക. എന്നിട്ട് ദൈവം ചോദിക്കുക, കണ്ണ് നൽകിയ ഞാൻ കാണുന്നില്ലെന്നോ, ചെവി നൽകിയ ഞാൻ കേൾക്കുന്നില്ലെന്നോ? എല്ലാം കർത്താവ് കാണുന്നില്ല, യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ എന്തിനാ പറയുന്നത്? ബോഷരെ എന്നാണ് നിങ്ങൾക്ക് വിവേകമുണ്ടാകുക, പടുവിഡ്ഢികളെ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക, കണ്ണ് നൽകിയ ഞാൻ കാണുന്നില്ലെന്നോ, ചെവി നൽകിയ ഞാൻ കേൾക്കുന്നില്ലേ? എല്ലാം അറിയാം ദൈവത്തിന് കേട്ടോ. ഞാൻ എന്തിനാ തൃശ്ശൂരിൽ നിന്ന് ഓടിക്കതച്ച് ഇവിടേക്ക് വന്നതെന്നറിയോ? ഒരു സംഭവം പറയാൻ മാത്രം. ആ സംഭവം എന്താണെന്നോ, ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. കർത്താവിന് നിങ്ങളെ ഇഷ്ടമാണ്. നേരത്തെ അച്ഛൻ പാപത്തെ കുറിച്ച് പറഞ്ഞ് കേട്ടില്ലേ? ഉണ്ട് നമ്മുടെ ഇടയിൽ പാപമൊക്കെ. എത്ര പാപം ചെയ്താലും സ്നേഹിക്കുന്നവനാ ദൈവം. എന്തോരം വേദനിപ്പിച്ചാലും. ഞാൻ ഈശോയോട് കൂടുതൽ സ്നേഹം വരാൻ കാരണം ഇതാ, ഒറ്റിക്കൊടുത്ത് യൂദാസ് തിരിച്ചു പോകുമ്പോ പിന്നിൽ നിന്ന് വിളിച്ച പേരാണ് സ്നേഹിത. ഒരു പരിചാരിക പെണ്ണിന്റെ മുന്നിൽ 3 തവണ പറഞ്ഞു, ഞാൻ അവൻ അറിയില്ലെന്നേ പത്രോസ്. ആ പത്രോസിനെ സഭയുടെ തലവനാക്കി വാഴിച്ചവനാ നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിലൊന്ന് പറയാമോ ഹല്ലേലൂയ? ദൈവസ്നേഹം നിപ്പ നിറയുമെന്ന് പറയാമോ ഹല്ലേലൂയ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
അപ്പം നമ്മൾ ചിലർ ചിന്തിക്കും, ദൈവം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ ഈ വേദന, എന്തുകൊണ്ടാ ഈ കഷ്ടപ്പാട്, എന്തുകൊണ്ടാ ഈ പ്രശ്നങ്ങൾ വിട്ടൊഴിയാത്ത? പ്രിയപ്പെട്ട ദൈവമക്കളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 48-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനം, അതിലിങ്ങനെയാണ് ദൈവം പറയുന്നത്: ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്തത്. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, വെള്ളി പോലെയല്ലെന്ന്, കഷ്ടപ്പാടിന്റെ ചൂളയില് ഞാൻ നിന്നെ ശോധന ചെയ്തു. എന്തിനാണെന്നോ? എനിക്ക് വേണ്ടി. ദൈവത്തിന് നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാ ദൈവം നിങ്ങൾക്കൊരു വേദന തന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന സിയോൻ ഫെസ്റ്റിൽ സംബന്ധിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവാചനങ്ങള് ഒരു കാര്യം ചിന്തിച്ചു നോക്കിയേ. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടോ, നിന്റെ ജീവിതത്തിൽ വേദനകളോ, ഒരു പ്രയാസമോ, ഒറ്റപ്പെട്ട അവസ്ഥയോ നിനക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ നീ ഇങ്ങനെ വന്ന് ദിവസം മുഴുവൻ, ഒരു ദിവസം ഒഴിവ് കിട്ടിയതല്ലേ നിനക്കിന്ന് ഇവിടെ വന്ന് കുത്തിയിരിക്കോ? ഇല്ല. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തത്. എനിക്ക് നിന്നെ വേണം മോനെ, എൻ്റെ കുട്ടൻ എനിക്ക് വേണടാ. നിങ്ങളെല്ലാവരെയും സ്വന്തമാക്കാനായിട്ട് ദൈവം നിങ്ങൾക്കൊരു വേദന തരുന്ന പ്രിയപ്പെട്ടവർ. ഇതൊന്ന് മനസ്സിലാക്കണം ഞാനും നിങ്ങളൊക്കെ. നമ്മുടെയൊക്കെ ചിന്ത ഇതാ: ജീവിതത്തിൽ ഒരു കഷ്ടപ്പാട് അനുവദിക്കുന്നത് പിശാചാണോ? ജീവിതത്തിൽ ഒരു വേദന തരുന്നത് സാത്താനാണോ? നിന്നെ കൊണ്ട് പാപം ചെയ്യിക്കുക എന്ന ഒരൊറ്റ കർമ്മമാണ് പിശാചിൻ്റെത്. ദൈവം നിന്നെ ചില സഹനമൊക്കെ തരും പ്രിയപ്പെട്ടവരെ. ഏതൊരു വിശുദ്ധരുടെ ജീവചരിത്രം എടുത്ത് കാണിച്ചു തരാമോ വേദനിക്കാത്തൊരു വിശുദ്ധ? ദൈവകൃപയിലേക്ക് വന്നിട്ടുള്ള ഒരാളുടെ സാക്ഷ്യം എടുത്ത് പരിശോധിച്ചു നോക്ക്. ആരെങ്കിലും ഉണ്ടോ കഷ്ടപ്പാട് അനുഭവിക്കാത്തവര്? ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, मैंने तुम्हें शुद्ध किया, चांदी जैसा नहीं बल्कि विपत्ति की भट्टी में मैंने तुम्हें परिष्कार किया, मेरे लिए, सिर्फ मेरे लिए मैंने ये किया है. എനിക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ വേദനിപ്പിച്ചത്, എനിക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തിയത്, നിന്നെ ഒറ്റപ്പെടുത്തിയത്. എന്തിനാ? എനിക്ക് നിന്നെ സ്വന്തമാക്കണം. വിശ്വസിക്കട്ടെ ഈ തിരുവചനം. ഞങ്ങൾ കുറെ വേദനിച്ച് വളർന്നവരാട്ടോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതല്ലേ നിങ്ങൾ കേട്ട്, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, വെള്ളി പോലെ അല്ലെന്ന്, കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി മാത്രം ഞാൻ ഇത് ചെയ്തത്. ഞാൻ നിങ്ങളോട് ഒരിക്കലും ഗ്യാരണ്ടി തരില്ല, നിങ്ങളുടെ ജീവിതത്തിൽ സഹനമുണ്ടാവില്ലെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യുന്ന ശുശ്രൂഷകർ ഇരിപ്പുണ്ടോ ഇവിടെ? ഈ സിയോൻ ഫെസ്റ്റിന് വേണ്ടി അധ്വാനിക്കുന്ന ദൈവത്തിന്റെ പൊന്നുമക്കളുണ്ടോ? പല ലേബർ ക്യാമ്പുകളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന, പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ദൈവമക്കളുണ്ടോ ഇവിടെ? ഞാൻ കഴിഞ്ഞ നാളിൽ ഒരു ലേബർ ക്യാമ്പിൽ പോയി. കുറച്ച് പൊന്നുമക്കള് അവരുടെ ആ തട്ടിട്ട പോലെയുള്ള കട്ടില്, രണ്ടുപേര് ഒരുമിച്ച ഒരു കട്ടില്, മീൻസ് മേലെയും താഴെയും, ആ കട്ടിലിന്റെ നടുക്കിലിരുന്ന് ആ മക്കള് മാതാവിന്റെ ഒരു രൂപം വെച്ച് അവിടെ ഇരുന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന കണ്ടു. ദൈവകൃപയാട്ടോ നിറയാ. ദാരിദ്ര്യമുണ്ട് നിനക്ക്, കഷ്ടപ്പാടുണ്ട്, നീ തളരരുത്. എന്തിനാ ഈ വേദന ദൈവം അനുവദിച്ച്? ഇതുപോലെ കുത്തിയിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്താ കരുതിയ നിങ്ങളെ ദൈവത്തിന് ഇഷ്ടമില്ലെന്നോ? ഇഷ്ടമാണ് നിങ്ങളെ കേട്ടോ. ധൈര്യമായിട്ടിരുന്നു. എന്തെങ്കിലുമൊക്കെ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കണം. പാപമാണ് നിന്റെ ദൈവം, നിന്നെ ഇഷ്ടമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നിവിടെ അത്ഭുതങ്ങൾ നടക്കുന്ന ദിവസമാണ് കേട്ടോ. ഇന്ന് കർത്താവ് ഒരുക്കിയ ദിനമാണ്. പ്രസംഗിച്ച സൺഡേയുടെയോ പ്രസംഗിച്ച ചിറ്റ്ലപ്പിള്ളച്ചന്റെയോ മഹത്വമൊന്നുമല്ല. നിങ്ങളെ സ്നേഹിക്കുന്നവൻ, നിങ്ങൾക്ക് വേണ്ടി മരിച്ചവൻ ഇവിടെയുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കണം യേശു ക്രിസ്തുവിന്റെ കുരിശ് മരണം. എപ്പോഴൊരു വേദന കിട്ടിയാലോ നീ നിന്റെ വീട്ടിലോ നിന്റെ ഓഫീസിലോ നീ നടക്കുന്ന വഴിയിലോ കാറിലോ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നോ, നീ കുരിശ് മനസ്സിൽ ഓർക്കണം കേട്ടോ.
കുരിശ് രൂപം മനസ്സിലോർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. നിനക്ക് വേണ്ടി വേദനിച്ചവൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 53-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, 7-ാമത്തെ തിരുവചനം, കൊലയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ നിർനിമേഷനായി നിന്നു, ഒരക്ഷരം ഉരിയാടിയില്ല. കൊലയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാട്, കശാപ്പുകാരൻ വലിച്ചിഴച്ച് കഴുത്തിൽ കയറും കെട്ടി വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ കണ്ടിട്ടുണ്ടോ? അതിന് പ്രതികരിക്കാൻ പറ്റുമോ? പ്രതികരിച്ചിട്ട് കാര്യമുണ്ടോ? നോർത്ത് ഇന്ത്യയിലൊക്കെ കേട്ടിട്ടുണ്ട്, ചെമ്മരിയാടിനെ ഈ കമ്പിളിക്ക് വേണ്ടി അതിൻ്റെ രോമം കത്രിച്ചെടുക്കും. രോമമുള്ള ചെമ്മരിയാടിനെ കാണാൻ നല്ല രസമാ ദൈവമക്കളെ. രോമം കട്ട് ചെയ്തെടുത്ത ചെമ്മരിയാടിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അറപ്പ് തോന്നും. ഇതാണ് പ്രവാചകൻ യേശുവിനെ കുറിച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് വെളിപ്പെടുത്തിയത്. കൊലയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ നിർനിമേഷനായി നിന്നു, ഒരക്ഷരം ഉരിയാടിയില്ല.